ഹലോ ഡിയേഴ്സ്, ഇംഗ്ലീഷ് വാക്കുകളുടെ വേരുകൾ തേടിക്കൊണ്ടുള്ള യാത്ര, റൂട്ട് വേർഡ് സ്റ്റഡി. ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു ചെറിയ 4 അക്ഷരമുള്ള ഒരു വേർഡിലാണ്. PELE, പെലി. ഈ പെലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഫ്ലാറ്റ്, ബ്രോഡ്, വിഡ്ത്തിലും ബ്രെഡ്ത്തിലും ഒക്കെ വിസ്തൃതമായിട്ടുള്ള എന്നുള്ള സെൻസിൽ എടുക്കുക. ഇനി ഈ പെലി ഒരു വിദഗ്ധനാണ്. എന്താണ് ഇതൊരു റൂട്ട് വേർഡ് ആണെങ്കിൽ ഇതിൽ നിന്ന് നിരവധി വാക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നോക്കൂ, പെലിയിൽ നിന്നാണ് നമ്മൾ പ്ലാറ്റ്, PLAT, പ്ലാറ്റ്. അഗെയിൻ ഫ്ലാറ്റ്. ഇനി ഫ്ലാറ്റും പ്ലാറ്റും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഫ്ലാറ്റിന്നും പ്ലാറ്റിന്നും നമുക്ക് പ്ലാറ്റോ എന്നുള്ളത് നമ്മുടെ ദാർശനികരാണ്. പ്ലാറ്റോ, ആ വേർഡിന്റെ മീനിങ് അതാണ്, പ്ലാറ്റ്. അതിൽ നിന്നാണ് പ്ലാറ്റോണിക്സ്. ഇനി അതിൽ നിന്ന് തന്നെയാണ് പ്ലാറ്റ്യൂ, പീഠഭൂമി എന്നുള്ളത് വരുന്നത്. അതിൽ നിന്ന് തന്നെയാണ് പ്ലേറ്റ് എന്നുള്ള വേർഡ് വരുന്നത്. അതിൽ നിന്ന് തന്നെയാണ് പ്ലേസ് എന്നുള്ള വേർഡ് വരുന്നത്, പ്ലേസ്. അതിൽ നിന്ന് തന്നെയാണ് പ്ലാസിഡ് എന്ന് പറയുന്ന വേർഡ് വരുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ലോകം മുഴുവൻ പരന്ന് നാശം വിതച്ച പ്ലേഗ്, PLAGUE, പ്ലേഗ് എന്ന വേർഡ് വരുന്നത്. തീർന്നില്ല, അതിൽ നിന്ന് തന്നെയാണ് കണക്റ്റഡ് വേർഡ് ആയിട്ടുള്ള പ്ലാൻ, PLAN, പ്ലാനിൽ നിന്നാണ് പ്ലാന്റ്, PLANT, പ്ലാന്റേഷൻ എന്ന് കിട്ടില്ല നിങ്ങള്, പ്ലാന്റേഷൻ. അതിൽ നിന്ന് തന്നെയാണ് പ്ലെയിൻ എന്ന വേർഡ് വരുന്നത്, PLANE, പ്ലെയിൻ. നമുക്ക് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് വിശാലത നിങ്ങൾക്ക് കാണാം, പ്ലെയിൻ. ഇനി കംപ്ലെയിൻ, നമ്മൾ കംപ്ലെയിൻ ചെയ്യില്ലേ, അവിടെയുണ്ട് ആ കംപ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം വിശാലമായ അർത്ഥത്തിൽ ഈ ബ്രോഡ് ഓർ ഫ്ലാറ്റ് എന്ന വാക്ക് ഇങ്ങനെ വന്നു നിൽക്കുന്നത് കാണാം. അപ്പോ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ദിസ് പ്ലാനറ്റ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുമ്പോ നമുക്ക് അതിന്റെ അടിയിലുണ്ട് ബ്രോഡ്നെസ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ട്. അത് തന്നെയാണ് പ്ലാറ്റിപ്പസ്. സോ ഹൗ ഈസ് ദിസ് ലെസൺ? ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തരണം കേട്ടോ. താങ്ക് യു.